ഒന്നുകിൽ PM ശ്രീക്ക് അനുകൂലമാണെന്ന് പറയണം, അല്ലെങ്കിൽ എതിരാണെന്ന് പറയണം. ഒരേ സമയം സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ പറയും കേരളം വളർന്നിട്ടില്ല സാമ്പത്തികമായിട്ടെന്ന്, അല്ലാത്ത സാഹചര്യത്തിൽ പറയും കേരളം നന്നായിട്ട് വളർന്നിട്ടുണ്ടെന്ന് പറയും സർക്കാരിന്റെ ദൂരത്ത് വരുമ്പോൾ. ശ്രീ അമൃത്ജി കുമാർ പറഞ്ഞതുപോലെ, സുപ്രീം കോടതിയും വ്യക്തമാക്കിയതുപോലെ NEP നിങ്ങൾ അഡോപ്റ്റ് ചെയ്തോണം എന്ന് സംസ്ഥാനങ്ങളെ നിർബന്ധിക്കാൻ, അടിച്ചേൽപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയില്ല. പക്ഷെ അവർ പ്രഷർ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. മുൻകാലങ്ങളിലേതിന് വ്യത്യസ്തമായ ഒരു സാഹചര്യം ഇത്തവണത്തെ NEP അനുസരിച്ച് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം റീസ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്. അതിന് നിലവിലുള്ള രീതി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ 33 സംസ്ഥാനങ്ങളും കേന്ദ്ര ഭരണ പ്രദേശങ്ങളുമായ 33 ഭരണകൂടങ്ങൾ ഇത് സ്വീകരിച്ചു കഴിഞ്ഞു. 3 ഭരണകൂടങ്ങൾ മാത്രമേ മാറി നിൽക്കുന്നുള്ളൂ: വെസ്റ്റ് ബംഗാൾ, കേരളം, തമിഴ്നാട്. ഈ 3 ഭരണകൂടങ്ങൾ ഒഴിച്ചാൽ ബാക്കി 33 ഭരണകൂടങ്ങളും അഡോപ്റ്റ് ചെയ്ത ഒരു സംവിധാനത്തിൽ നിന്ന് പൂർണ്ണമായും ഒരു സംസ്ഥാനത്തിന് മാറി നിൽക്കാൻ കഴിയുമോ? നമ്മൾ ഒറ്റയ്ക്കൊരു രാജ്യമല്ല, ഒരു ഭൂഖണ്ഡമല്ല, നമ്മളൊരു ഫെഡറൽ സംവിധാനത്തിലെ ഒരു സ്റ്റേറ്റ് മാത്രമാണ്. ഇനിയിപ്പോൾ ഫണ്ട്, ഈ 1466 കോടി എന്നുള്ളത് ഫണ്ട്, അത് വേണ്ട എന്ന് വെച്ചാൽ പോലും ലോങ് റണ്ണിൽ നമുക്ക് ഈ ഇന്ത്യൻ മുഖ്യധാരയിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കാൻ കഴിയുമോ? കോൺഗ്രസ് ഭരിക്കുന്ന നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ കർണാടകയിലെയും തെലങ്കാനയിലെയും ഒക്കെ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷകർത്താക്കൾക്കുമുള്ള സൗകര്യം കേരളത്തിലെ ഒരു കുട്ടിയുടെ രക്ഷകർത്താവിന് അല്ലെങ്കിൽ കുട്ടിക്ക് ഉണ്ടാവാതിരിക്കുക എന്ന് പറയുന്നതും പ്രശ്നമാണല്ലോ. വേണം അഭിലാഷേ, ഈ രാജ്യത്തെ എല്ലാ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും കിട്ടുന്ന എല്ലാ ഫെസിലിറ്റീസും കേരളത്തിലെ കുട്ടികൾക്ക് കിട്ടണം. അത് മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിലെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും കിട്ടുന്നതിനേക്കാൾ വലിയ ഫെസിലിറ്റീസ് കാലങ്ങളായി, പതിറ്റാണ്ടുകളായി, 70കളുടെ അവസാനം തൊട്ട് ഈ സംസ്ഥാനത്തെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് നമ്മൾ. 1-ാം നമ്പർ സംസ്ഥാനം എന്ന് അവകാശപ്പെടുന്ന ഒരു സംസ്ഥാനത്ത് ഇനിയും മറ്റുള്ളവരുടെ ഒപ്പം നമ്മൾ എത്തിയില്ലെന്ന് പറഞ്ഞാൽ ഇത് 2 തരം വാദവും. ഒരേ സമയം സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ പറയും കേരളം വളർന്നിട്ടില്ല സാമ്പത്തികമായിട്ടെന്ന്, അല്ലാത്ത സാഹചര്യത്തിൽ പറയും കേരളം നന്നായിട്ട് വളർന്നിട്ടുണ്ടെന്ന് പറയും സർക്കാരിന്റെ ദൂരത്ത് വരുമ്പോൾ. ഇതിൽ ഏതെങ്കിലും ഒരു അറ്റത്ത് പിടിച്ചു നിൽക്കാനുള്ള ഒരു ശേഷി നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന് രാഷ്ട്രീയമായി ഇല്ലാതെ പോകുന്നു. ഇവിടെ ഒരു കാര്യം സുവ്യക്തമാണ്: കേന്ദ്ര സർക്കാർ അവരുടെ നയപരിപാടികളുടെ ഭാഗമായിട്ട് അതിനോട് എതിർത്ത് നിൽക്കുന്ന സംസ്ഥാനങ്ങളോട് ഉള്ള നയത്തിന്റെ എതിർപ്പിന്റെ ഭാഗമായിട്ട് അവർ സാമ്പത്തികമായിട്ടുള്ള വരിഞ്ഞു മുറുക്കലിന്റെ ഭാഗമായിട്ട് കോടിക്കണക്കിന് രൂപ പിടിച്ചു വെക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ തന്നെയാണ് RSSകാരനായിട്ടുള്ള ഗവർണറോടൊപ്പം കേരള ഹൗസിൽ പോയി പ്രാതൽ കഴിക്കുകയും RSSകാരായിട്ടുള്ള ഗവർണറെ കൂട്ടി അത്താഴ വിരുന്നിന് ക്ഷണിക്കുകയും ചെയ്യുന്ന പിണറായി വിജയന് എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റുമായിട്ട് സംസാരിച്ചൊരു ധാരണയിലെത്താൻ പറ്റാത്തത് എന്നുള്ള സംശയം രാഷ്ട്രീയമായിട്ട് നിലനിൽക്കുന്ന. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഇവിടെ ഈ കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്ന എല്ലാവരുടെയും കൂട്ടത്തിൽ ഉള്ള, പ്രതിപക്ഷ കക്ഷികളുടെ കൂട്ടത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട കക്ഷിയാണ് CPM. ഇന്ന് പോലും CPMന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയുടെയും നിലപാട് അതാണ്. കേരളത്തിലെ മന്ത്രിസഭയുടെ ഭാഗമായിട്ടുള്ള CPIയുടെയും നിലപാട് അതാണ്. ഈ കാലം വരെ, മിനിഞ്ഞാന്ന് വരെ SFIയുടെയും DYFIയുടെയും CPMന്റെ നിലപാട് അതായിരുന്നു. ഈ V ശിവൻകുട്ടി മന്ത്രി പറയുന്നത് വരെ കേരളത്തിലെ ഇടതുപക്ഷമെന്ന് അവകാശപ്പെടുന്ന പിണറായി പക്ഷത്തുള്ള മുഴുവൻ ആളുകളുടെയും നിലപാട് അങ്ങനെയായിരുന്നു. എങ്ങനെയാണ് ഒറ്റ ദിവസം കൊണ്ട് ഇതിന് മാറ്റം വന്നത് എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ആ ഒരു മാറ്റത്തിന് ഒരു കാരണം ഉണ്ടാകണമല്ലോ. ഇവിടെ ഈ ഹസ്കറിന്റെ സംസാരം കേട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാവും: ഒന്നുകിൽ PM ശ്രീക്ക് അനുകൂലമാണെന്ന് പറയണം, അല്ലെങ്കിൽ എതിരാണെന്ന് പറയണം. നമ്മൾ അവരുടെ എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങി അതിനുശേഷം നിങ്ങൾ പറയുന്ന ഒരു പോളിസിയും ഞങ്ങൾ നടപ്പാക്കില്ല എന്ന് പറയാനായിട്ട് കേരളത്തിലെ ജനങ്ങളെ കഴിഞ്ഞ 9 കൊല്ലമായിട്ട് പറഞ്ഞു പറ്റിക്കുന്നുണ്ട്. അതുപോലെ കേന്ദ്ര സർക്കാരുമായിട്ട് MOU ഒപ്പിട്ടതിന് ശേഷം നിങ്ങൾ പറയുന്ന പോളിസി ഒന്നും നടപ്പാക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അപ്പോൾ ഒന്നുകിൽ ഒരു തീരുമാനത്തിലെത്തണം. ഞങ്ങൾ നരേന്ദ്രമോദി സർക്കാരിന്റെ ദേശീയ വിദ്യാഭ്യാസ നയത്തെ അംഗീകരിക്കുന്നു, PM ശ്രീയിലൂടെ കിട്ടുന്ന പണം വാങ്ങാൻ തയ്യാറായിരിക്കുന്നു, ഞങ്ങൾ പ്രധാനമന്ത്രിയുടെ പടം വെച്ച് സ്കൂളിന്റെ മുമ്പിൽ സെൽഫി സ്റ്റാൻഡ് വെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞോ? പക്ഷേ അതിൻ്റെ കൂടെയുള്ള മറ്റേ സംഘപരിവാർ വിരുദ്ധ ചേരിയുടെ വലിയ ഉപദേശം കൂടി നടത്തി കളയരുത്. ഈ ഒഴിഞ്ഞ പറമ്പിൽ ബോംബുണ്ടാക്കിയിട്ട് അത് പൊട്ടി ആളുകൾ മരിക്കുമ്പോൾ RSSനെതിരെയുള്ള പ്രതിരോധമാണെന്ന് പറയുന്ന അങ്ങനത്തെ ഒരു അത്തരം ആത്മാർത്ഥതയില്ലാത്ത സമീപനം എടുക്കാൻ പാടില്ല. കേന്ദ്ര സർക്കാരിന്റെ ദേശീയ വിദ്യാഭ്യാസ നയത്തെ കുറിച്ചിട്ട് സംസ്ഥാന സർക്കാരിന്റെ പരിപാടികൾ, നയങ്ങൾ എങ്ങനെയാണ് എതിർക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഭാഗം തന്നെയാണ് PM ശ്രീ. നമ്മുടെ സംസ്ഥാനത്തെ സ്കൂളുകൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ സ്കൂളുകളിൽ നിന്നും അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ, കരിക്കുലത്തിന്റെ കാര്യത്തിൽ, ഇവിടുന്ന് പുറത്തു വരുന്ന വിദ്യാർത്ഥികളുടെ നിലവാരത്തിന്റെ കാര്യത്തിലൊക്കെ മികച്ചു നിൽക്കുന്നത് എന്ന് അവകാശപ്പെടുന്ന നമ്മൾ. അതല്ല പ്രശ്നം. നമ്മുടെ വിദ്യാർത്ഥികളുടെ നല്ല സ്കില്ലും നല്ല ശേഷിയും ഒക്കെ ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന നീതി ആയോഗ് റിപ്പോർട്ട് അത് ചെയ്യുന്നുണ്ട്. പ്രശ്നം അതല്ല. നമ്മളിപ്പോ പിന്തുടർന്ന് വന്നിരുന്ന, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ 10+2, 10ാം ക്ലാസ് കഴിഞ്ഞ് +2, അത് കഴിഞ്ഞ് ഡിഗ്രി എന്ന സംവിധാനമുണ്ടല്ലോ, അത് ദേശീയ തലത്തിൽ സമ്പൂർണ്ണമായി മാറിക്കഴിയുമ്പോൾ നമ്മുടെ 10+2 പാസ്സായി കഴിയുന്ന കുട്ടി ഒരു ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അഡ്മിഷന് തേടി പോകുമ്പോൾ അവനവിടെ ലെവൽ പ്ലേയിങ് ഫീൽഡ് നിഷേധിക്കപ്പെടില്ലേ എന്നുള്ളതാണ് പ്രശ്നം. വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി അല്ല.
അല്ല, ഇവിടെയുള്ളൊരു പ്രശ്നം എന്താണെന്നറിയോ? നമ്മുടെ കുട്ടികൾ ഈ സംസ്ഥാനത്ത് നിന്ന് സെൻട്രൽ ഗവൺമെൻറ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പോയി അഡ്മിഷൻ എടുക്കുന്നത് മാർക്കജീഘാതാണെന്ന് പറയുന്ന അത്രത്തോളം വില കുറഞ്ഞ ദൂരവ്യാപകമായ പ്രത്യാഘാതം മനസ്സിലാക്കാത്ത പ്രസ്താവനകൾ നടത്തിയ നേതാക്കന്മാരും കേരളത്തിലുണ്ട്. ആ പക്ഷത്തുണ്ട് ആളുകളാണ് ഇപ്പോൾ ഈ നയം അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം നമ്മുടെ കുട്ടികളുടെ ക്വാളിറ്റി അവർ ഈ രാജ്യത്തെ മറ്റ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോകുമ്പോൾ അതിൻ്റെ പേരിൽ അവഗണിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഈ രാജ്യത്ത് കോടതികളുണ്ടെന്നേ. ഇപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം നിർബന്ധമായിട്ട് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ കോടതികളുണ്ടല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇത് 100% അക്സെപ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ അപ്പോൾ അത് കേന്ദ്ര സർക്കാരിന്റെ നയം അക്സെപ്റ്റ് ചെയ്യുന്നു തന്നെയാണ്. ഒന്നുകിൽ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയണം. കേന്ദ്ര സർക്കാരിന്റെ മോദി സർക്കാരിന്റെ നയപരിപാടികൾ അക്സെപ്റ്റ് ചെയ്ത് ഞങ്ങൾ പണം വാങ്ങാൻ തീരുമാനിച്ചു, അല്ലാതെ പണം വാങ്ങും നയപരിപാടികൾ നടപ്പാക്കില്ല എന്ന് പറയുന്നത് ഇരട്ടത്താപ്പാണ്. ഏതെങ്കിലും ഒരു പക്ഷം പറയണമെന്നേ. ഈ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായില്ലേ? 2024 മാർച്ചിൽ കേന്ദ്ര സർക്കാരിനോട് ഞങ്ങൾ MOU സൈൻ ചെയ്യാൻ തയ്യാറാണെന്ന് കത്തയച്ചതിന് ശേഷം കഴിഞ്ഞ 1.5 വർഷക്കാലമായി കേരളത്തിലെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന CPM-ന്റെ ഈ നിലപാടിനെയാണ് തുറന്ന് എതിർക്കപ്പെടേണ്ടത്. ശരി, ഓക്കെ.